മക്കളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ജെറുസലം പ്രയർ ലൈൻ 3 മിനിറ്റിനായി കാത്തിരിക്കുന്ന ഒട്ടേറെ ദൈവമക്കളെ, കൃപ നിറഞ്ഞ ദൈവമക്കളെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഓരോരുത്തരെയും അവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും മാലാഖയുടെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രത്യേകമായി റഫായേൽ മാലാഖയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന വചനം 147 സങ്കീർത്തനം 3 വാക്യം. അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. മകളെ, ഇതാ യേശു നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. വിവിധങ്ങളായ രോഗങ്ങളാലും പീഡകളാലും വളരെയേറെ മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ട്. ഓർക്കണേ, യേശുവിന് രോഗികളോട് പ്രത്യേകമായൊരു വാത്സല്യമുണ്ട്, ഒരു സ്നേഹമുണ്ട്. എവിടെ രോഗികളുണ്ടോ അവിടെ യേശു അടുത്തുണ്ട്. അവിടെ ഓടിയെത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. ഓരോ രോഗത്തിലും വിശുദ്ധന്മാർ ദൈവത്തിന്റെ കയ്യൊപ്പ് കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. രോഗികളായിരുന്നുവെങ്കിലും രോഗത്തോട് കൂട്ടുകൂടാതെ യേശുവിനോടും യേശുവിന്റെ പീഡാസഹനങ്ങളോടും കൂട്ടുകൂടിയവരാണ് വിശുദ്ധന്മാർ. ഇന്നിതാ യേശു സുഖപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ രോഗശയ്യയിലേക്ക്, നീ കിടന്ന് വിഷമിക്കുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് വന്ന് നിൽക്കുകയാണ്. ക്യാൻസർ രോഗികളുടെ അടുത്ത്, ട്യൂമർ രോഗികളുടെ അടുത്ത്, കിഡ്നി രോഗികളുടെ അടുത്ത്, ഡയാലിസിസ് നടത്തുന്നവരുടെ അടുത്ത്, കണ്ണിന് കാഴ്ച കുറഞ്ഞവരുടെ അടുത്ത്, ബ്ലീഡിംഗ് ഉള്ളവരുടെ അടുത്ത്, അസ്ഥി രോഗികളുടെ അടുത്ത്, വാതരോഗങ്ങളുള്ളവരുടെ അടുത്ത്, ഗർഭാശയ രോഗികളുടെ അടുത്ത്, ഹാർട്ട് രോഗികളുടെ അടുത്ത്, ഡിസ്ക് രോഗികളുടെ അടുത്ത് കർത്താവ് വചനം പറയുന്നു, അവനിൽ നിന്ന് ശക്തി പൊട്ടി പുറപ്പെട്ട് എല്ലാ രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തുന്നു എന്ന്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സൗഖ്യം ഈ സമയത്ത് വ്യാപരിക്കട്ടെ. നീ എവിടെയായിരിക്കുന്നോ പ്രത്യേകമായി രോഗിയുടെ സവിധത്തിലേക്ക് കർത്താവിന്റെ ശക്തി കടന്നു വരികയാണ്. ദൈവത്തിന്റെ വചനം കടന്നു വരികയാണ്. അവനിൽ നിന്ന് ശക്തി പൊട്ടി പുറപ്പെട്ട് എല്ലാ രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നീ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ ആ കഷ്ടതകളിലേക്ക്, നീ എത്ര വലിയ രോഗിയാണോ ആ രോഗാവസ്ഥയിലേക്ക് യേശു നിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. യേശുവെ ഒന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.